അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്. पहला सवाल है എന്താണ് संज्ञा के रूपांतर किसके आधार पर नहीं होता है. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, നിങ്ങൾക്ക് കാണാം എന്താണ് संज्ञा के रूपांतर किसके आधार पर नहीं होता है അല്ലെ. ഇപ്പൊ സംജ്ഞയുടെ രൂപാന്തർ, അതിന്റെ മാറ്റം പല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്, ഏതിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം എന്താണ് നെഹീം അവിടെ ഞാൻ യെല്ലോ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചോദ്യം വളരെ ശ്രദ്ധിച്ചു വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇവിടെ നെഹീം എന്നാണ്, ഏതിന്റെ അടിസ്ഥാനത്തിൽ അല്ല എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. അപ്പൊ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. എന്താണ്, ഓക്കെ റെഡിയാണ്. അപ്പൊ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. സംജ്ഞാക്ക് രൂപാന്തർ കിസ്കെ ആധാർ പർ നഹി ഹോത്താ ഹെ. ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, നോക്കാം. ഓപ്ഷൻ എ എന്താണ്, ലിംഗ്. ഓപ്ഷൻ ബി കാരക്. ഓപ്ഷൻ സി വചൻ. ഓപ്ഷൻ ഡി എന്താണ്, കാൽ ആണ്. അപ്പൊ ഈ 4 ഓപ്ഷനുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട് അല്ലെ. അപ്പൊ ഇതില് സംജ്ഞക്ക് രൂപാന്തർ വരുന്നത് നിങ്ങൾക്കറിയാം. ഇനി സംജ്ഞയുടെ രൂപാന്തരത്തിന് കാരണമല്ലാത്തത് എന്നുള്ളതാണ്. ലിംഗ്, കാരക്, വചൻ, കാൽ ഉണ്ട് അല്ലെ. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, കാൽ ആണ്. കാൽ. മറ്റു മൂന്നും ലിംഗ്, കാരക്, വചൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തിൽ വരും, സംജ്ഞ നൗൺ എന്ന് പറയുന്നതിൽ മാറ്റം വരും. നമുക്ക് നോക്കാം. ഇപ്പൊ ലിംഗ് എടുക്കുകയാണെങ്കിൽ, സംജ്ഞ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ എന്താ, ലടുക്ക എന്ന സംജ്ഞ എടുക്കുകയാണെങ്കിൽ എന്താണ്, അതിന്റെ പുല്ലിംഗം എന്ന് പറയുന്നത് ലടുക്കി. അപ്പൊ എന്ത് വന്നു, മാറ്റം വന്നു. വഹാപ്പർ രൂപാന്തർ വന്നു. ഇനി കാരകിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കാരകം എടുക്കുക അല്ലെ. നമുക്കിപ്പോ കർത്താകാരകായ നേ ഉണ്ട്, കർമ്മകാരക കോ ഉണ്ട് അല്ലെ. ഇപ്പോ ആ വാക്ക് തന്നെ എടുക്കാം. ലടുക്ക എന്ന സംജ്ഞ എടുക്കുവാണെങ്കിൽ അതിന്റെ കൂടെ നെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി മാറും, ലടുക്കേനെ അല്ലെ. ലടുക്ക എന്നത് എന്തായി മാറും, ഏകാരാന്തായിട്ട് മാറുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ്, കാരകിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വരുന്നു, അതെ. അപ്പൊ ലടുക്കേനെ എന്നായി മാറുന്നു. ഇനി വചൻ, വചൻ എന്ന് പറയുമ്പോൾ ഏകവചൻ ബഹുവചനാണ്. അപ്പൊ ലടുക്ക എന്ന വാക്ക് ഏകവചനാണ്, അതെന്തായി മാറുന്നു, ബഹുവചനായിട്ട് മാറുന്നു. ഇനി ഇവിടെ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന കാൽ ആണ്. അപ്പൊ കാലിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോ സർവനാമുണ്ട്, അതുപോലെ വിശേഷണുണ്ട്. അപ്പൊ ഈ മാറ്റം വരുന്നതെല്ലാം എന്താണ്, വികാരി ശബ്ദമാണ് അല്ലെ. സംജ്ഞ, സർവനാം, വിശേഷൻ, പിന്നെ എന്താണ് ക്രിയ. ഈ 4 എന്ത്, വികാരി ശബ്ദം എന്ന് പറയുന്നത്. ഈ 4 കാലിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ 4 എന്താണ് വികാർ ഹോത്താഹെ അല്ലെങ്കിൽ പരിവർത്തനം ഹോത്താഹെ, മാറ്റം വരുന്നത് ഏതിലാണെന്ന് പറയാൻ കഴിയുമോ? ക്രിയയിലാണ് എന്ത്, കാലിന്റെ അടിസ്ഥാനം മാറ്റം വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, സാമാന്യ ഭൂതകാല് വരുമ്പോ അല്ലെ, രാം പഠിത്താഹെ. ആ പഠിത്താഹെ എന്നതാണ് ഇവിടെ ക്രിയ എന്ന് പറയുന്നത്. അത് എന്താണ്, ഭവിഷ്യത്ത് കാലിൽ വരുമ്പോ പഠേക എന്ന് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത് അല്ലെ. അപ്പോൾ ക്രിയയിലാണ് കാലിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ സംജ്ഞക്ക് മാറ്റം വരുന്നത് ലിംഗ്, വചൻ, എന്താണ്, കാരകന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, നമുക്കപ്പോ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്, संज्ञा के मुख्य रूप से 3 भेद है. संज्ञा के मुख्य रूप से 3 भेद है. इनके अलावा और कितने भेद है? അപ്പോ എന്താണ്, മുഖ്യമായിട്ടും 3 പ്രകാരമുണ്ട്. ഇത് കൂടാതെ എത്ര പ്രകാർ ഉണ്ട് അല്ലെങ്കിൽ എത്ര ടൈപ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. എന്താണ്, 3, 2, 5, 1 അല്ലെ. 3, 2, 5, 1. ഇതിൽ ഏതാണ് ഓപ്ഷൻ എന്ന് നിങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ 3 ഭേദം എന്ന് പറയുന്നത് വ്യക്തിവാചകമുണ്ട്, ജാതിവാചകമുണ്ട്, അതുപോലെ ഭാവവാചകമുണ്ട് അല്ലെ. ഇത് 3 മുഖ്യമായിട്ടുള്ളത്, വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക്. ഇത് കൂടാതെ എത്ര എണ്ണം എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 2. അപ്പോ ഈ 2 ഏതാണ്, നിങ്ങൾക്ക് അറിയോ ഏതാണെന്നുള്ളത്? 3 ഞാൻ പറഞ്ഞു, മെയിൻ ആയിട്ട് 3 അപ്പൊ നിങ്ങളോട് ഇപ്പോ എത്ര പ്രകാരം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ 3 തന്നെ എഴുതുക. ഈ രീതിയിലുള്ള ചോദ്യം വരുമ്പോൾ മാത്രം നിങ്ങൾ മറ്റു 2 പറ്റി ആലോചിച്ചാൽ മതി. ഈ സമൂഹവാചകം ദ്രവ്യവാചകമാണ്. ഓക്കെ, ദ്രവ്യവാചക സമൂഹവാചകമാണ്. ഓക്കെ, ശരിയാണ്. അപ്പൊ വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക് കൂടാതെ വേറെ 2 എക്സ്ട്രാ വരുന്നതാണ് എന്ത്, ഈ
ഈ സമൂഹവാചകം, ദ്രവ്യവാചകം. ടോട്ടൽ നമുക്ക് 5 എണ്ണാണുള്ളത്. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് 3 എണ്ണം വ്യക്തിവാചക, ജാതിവാചക, ഭാവവാചകമാണ്. ഇത് കൂടാതെ 2 എണ്ണം എന്ന് നമ്മൾ പഠിക്കുന്നത് സമൂഹവാചകവും ദ്രവ്യവാചകവുമാണ്. ഓക്കെ, അപ്പൊ 3+2 എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. സജ്ഞാക്ക് കിത്നെ ഭേദ ഹെ എന്ന് ചോദിച്ചാൽ 3 എന്ന് നിങ്ങൾ ഉത്തരം എഴുതുക. ഇനി പൂർണ്ണ രൂപസെ എന്ന രീതിയിൽ വല്ല ചോദ്യം വരുവാണെങ്കിൽ 5 ഇതിലേക്ക് പോയാൽ മതിയാകും. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. 3 എണ്ണം ഓൾറെഡി മെയിൻ ആയിട്ടുണ്ട്, 2 എണ്ണം എക്സ്ട്രാ ബോണസ് ആയിട്ട് വരുന്നതാണ്. അതാണ് സമൂഹവാചകം, ദ്രവ്യവാചകം. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ അടുത്ത 3-ാമത്തെ ചോദ്യമാണ് എന്താണ്, निम्नलिखित में से जातिवाचक संज्ञा से बनने वाली ഭാവവാചക സംജ്ഞ ചുൻ ലീജിയെ. അല്ലെ, എന്താണ്, നിമ്നലിഖിത് മേ സെ ജാതിവാചക സംജ്ഞ സെ ബൻനെ വാലി ഭാവവാചക സംജ്ഞ ചുൻ ലീജിയെ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക, ഞാൻ അവിടെ യെല്ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജാതിവാചക സംജ്ഞയിൽ നിന്നും ഉണ്ടാകുന്ന ഭാവവാചക സംജ്ഞ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നോക്കുക, അല്ലെ, ഭാവവാചക സംജ്ഞ എന്തിൽ നിന്നെല്ലാം ഉണ്ടാകുന്നു എന്നത് നിങ്ങൾ ഓർത്തു വെക്കുക. അല്ലെ, 4 ഇതിൽ നിന്നാണ് എന്ത് ഉണ്ടാകുന്നത്, ഭാവവാചക സംജ്ഞ ഉണ്ടാകുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് എ വക്കാലത്ത്, ഓപ്ഷൻ ബി ബടപ്പൻ, ഓപ്ഷൻ സി ഖബരാഹ്, ഓപ്ഷൻ ഡി മമത. അപ്പൊ ഈ 4 എണ്ണമാണ് ഓപ്ഷൻസ്. ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോ വക്കാലത്ത്, ബടപ്പൻ, ഖബരാഹട്ട്, മമത. അപ്പൊ ഈ 4 എണ്ണത്തിൽ ഏതാണ് ജാതിവാചക നിന്നും ഉണ്ടാകുന്നത്? ഇവിടെ ഉത്തരം വക്കാലത്ത് എന്ന വാക്കാണ്. അതെ, ഓപ്ഷൻ എ ആണ്. ഇനി ഈ വക്കാലത്ത് എന്ന ഭാവവാചക സംജ്ഞ എന്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? വക്കീൽ. വക്കീൽ എന്ന എന്താണ് ജാതിവാചക സംജ്ഞയിൽ നിന്നുമാണ് ഈ വക്കാലത്ത് എന്ന ഭാവവാചക സംജ്ഞ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോ വക്കീൽ എന്നത് എന്താണ്, വക്കീലന്മാരെ എല്ലാം പൊതുവായിട്ട് പറയുന്ന ഒരു ജാതിവാചക സംജ്ഞയാണ്, കോമൺ ആയിട്ട് പറയുന്ന. അത് വക്കീല് പലരും ആകാം, അല്ലെ, അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ. അപ്പോ ഇവിടെ എന്താണ്, വക്കീൽ എന്നതിൽ നിന്നുമാണ് എന്തുണ്ടായിരിക്കുന്നത്, വക്കാലത്ത് ഉണ്ടായിരിക്കുന്നത്. അല്ലെ, അപ്പൊ വക്കീൽ എന്താണ്, ജാതിവാചക സംജ്ഞയാണ്. ഇനി രണ്ടാമത്തെ നോക്കാം നമുക്ക്, ബടപ്പൻ. ബടപ്പൻ എന്നത് ഭാവവാചക സംജ്ഞയാണ്. ഇനി അത് എന്തിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെ, എന്തിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്? ബഡ. ബഡ എന്ന വിശേഷണിൽ നിന്നുമാണ് എന്തുണ്ടായിരിക്കുന്നത്, ബടപ്പൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബഡ എന്ന വിശേഷണിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഭാവവാചക സംജ്ഞയാണ് എന്ത്, ബടപ്പൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി 3-ാമത്തെ എന്താണ്, ഖബരാഹട്ട്. ഖബരാഹട്ട് എന്നുള്ളത് ഭയം, അല്ലെ, ഭയം എന്നാണ്. മറ്റേത് ബടപ്പൻ എന്നത് വലിപ്പം, അല്ലെ, വലിയത് എന്നതിൽ നിന്നും എന്തുണ്ടായിരിക്കുന്നു, വലിപ്പം എന്ന ഭാവവാചക സംജ്ഞ ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഖബരാഹട്ട് എന്നത് എന്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നതാണ്, ഖബരാന, അല്ലെ, ഖബരാന എന്ന പേടിക്കുക, ഭയപ്പെടുക എന്ന ക്രിയയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു ഭാവവാചക സംജ്ഞയാണ് എന്ത്, ഖബരാഹട്ട്. അല്ലെ, നമ്മൾ പറയുമല്ലോ എന്താണ്, മേ ഖബരാത്താഹു, ഞാൻ എന്താ ഭയപ്പെടുന്നു, മുജെ ഖബരാഹട്ട് ഹെ, എനിക്ക് ഭയമുണ്ട്. മേ ഖബരാത്താഹും എന്ന് പറയുമ്പോൾ അത് ക്രിയയിലൂടെ പറയുന്നു. മുജെ ഖബരാഹട്ട് മെഹസൂസ് ഹോ രഹി ഹെ, എനിക്ക് ഭയം തോന്നുന്നു എന്നുള്ളത് എന്താണ്, അത് ഭാവവാചക സംജ്ഞയിലൂടെ നമ്മൾ പറയുന്നു. അല്ലെ, ഇനി 4-ാമത്തെ നോക്കുക, മമത. മമത എന്നത് മമ. ഓക്കെ, മമ എന്ന നിജവാചക എന്താണ്, സർവനാമിൽ നിന്നുമാണ് എന്തുണ്ടായിരിക്കുന്നത്, നിജവാചകിൽ നിന്നുമാണ് എന്ത്, മമത. മമ എന്ന നിന്നും മമത ഉണ്ടാകും, മമത്വ എന്ന വാക്കും ഭാവവാചക സംജ്ഞയും രൂപപ്പെടുന്നുണ്ട്. അപ്പൊ നിജവാചക ആക്ച്വലി അപ്പന അല്ലെങ്കിൽ മമ എന്നുള്ളതാണ്. അപ്പന, അപ്പൻ, അപ്പനത്വ എന്ന രീതിയിൽ നിങ്ങൾ കേട്ടുക. അത് വളരെ കുറച്ചേ ഉള്ളൂ, 4 എണ്ണേ ഉള്ളൂ എന്ത്, ഈ നിജവാചകിൽ നിന്നുണ്ടാകുന്ന ഭാവവാചക സംജ്ഞകൾ. അപ്പൊ നമ്മൾ നോക്കുക, ഈ ഭാവവാചക സംജ്ഞകൾ എന്തിൽ നിന്നെല്ലാം ഉണ്ടാകുന്നു, ജാതിവാചക സംജ്ഞയിൽ നിന്നും ഉണ്ടാകുന്നു, വിശേഷണത്തിൽ നിന്നും ഉണ്ടാകുന്നു, ക്രിയയിൽ നിന്നും ഉണ്ടാകുന്നു, അതുപോലെ എന്താണ്, നിജവാചക സർവനാമിൽ നിന്നും ഉണ്ടാകുന്നു. ഓക്കെ,
ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ജിഷ ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഇത്രയും ടഫിൽ ചോദിച്ചെന്ന് വരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ ചോദിക്കുന്ന വഴി എന്ത് കിട്ടുന്നു? ആ ഒരു ക്ലിയർ ആവുന്നു അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താകുന്നു? മനസ്സിലാകുന്നു അല്ലെ? അപ്പൊ അടുത്ത നാലാമത്തെ ചോദ്യമാണ് ലഡ്ക. लड़का संज्ञा के साथ से जोड़ने से मिलने वाला सही रूप അല്ലെ? അപ്പൊ ലഡ്ക സംജ്ഞ കെ സാത്ത് സേ ജോഡ്നെ സേ, ലഡ്ക എന്ന ആ സംജ്ഞയുടെ കൂടെ, ലഡ്ക എന്നത് എന്താണ്? നൗണാണ്, സംജ്ഞയാണ്, നമ്മൾ അറിയാം. അതിന്റെ കൂടെ സേ എന്ന കാരക് എന്താണ്? യോജിക്കുമ്പോൾ കിട്ടുന്ന ശരിയായ രൂപം എന്നാണ് ചോദ്യം അല്ലെ? അതായത് വേറൊന്നുമല്ല, ലഡ്ക പ്ലസ് സേ എന്നത് എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് നോക്കാം. ഇവിടെ ഓപ്ഷൻ എ ലഡ്കെ സേ, ഓപ്ഷൻ ബി ലഡ്കാ സേ, ഓപ്ഷൻ സി ലഡ്കോം സേ, ഓപ്ഷൻ ഡി ലഡക് സേ. അപ്പോൾ ഇത്രയുമാണ് എന്ത് കാണുന്നത്. ഓക്കെ, അപ്പോ എന്താണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാം. എന്താണ് ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ലഡ്കേസെ എന്ന് തന്നെയാണ്. ലഡ്കേസെ എന്നാണ് അല്ലെ? ലഡ്ക എന്നത് എന്താണ്? ഏകവചനാണ്, പുല്ലിംഗാണ്. അതിന്റെ കൂടെ സേ ചേരുന്നു, ലഡ്കേസെ. രണ്ടാമത്തെ ലഡ്കാസെ എന്ന് ആകുന്നില്ല. നമ്മൾ ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് സെന്റൻസ് ആയിട്ട് ഉപയോഗിച്ച് വെക്കാം. ലഡ്കേസെ ക്യാ ഹുവ അല്ലെ? ലഡ്കെ നേ, ഇനി സേ മാറ്റി നേ ആണെങ്കിൽ ലഡ്കേനെ ക്യാ കിയ അല്ലെ? അപ്പൊ നമ്മൾ ഒരു സെന്റൻസ് ആയിട്ട് എന്ത് ചെയ്യുക? നോക്കുക. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പോ ഇനി ഒരാൾ സി പറഞ്ഞു ലഡുക്കോംസെ. ലഡുക്കോസെ എന്ന രൂപം ശരിയാണ്. ഓക്കെ, ലഡുക്കോംസെ. പക്ഷെ അത് എങ്ങനെയാണ് വരിക? ലഡ്കെ പ്ലസ് സേ. ലഡ്കെ, ഈ ലഡ്ക എന്നതിന്റെ ബഹുവചനത്തോടൊപ്പം സേ വന്നു കഴിഞ്ഞാൽ എന്തായി മാറുന്നു? ലഡുക്കോസെ. അതുകൊണ്ടാണ് നമ്മൾ ചോദ്യം കൃത്യമായിട്ട് നോക്കാം. എന്തിന്റെ കൂടെ എന്താണ് നമ്മൾ ചേർക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ ലഡ്ക എന്നത് ഏകവചനാണ്, അതിന്റെ കൂടെ സേ ചേരുമ്പോൾ ലഡ്കേസെ. അഞ്ചാമത്തെ ചോദ്യമാണ്. നോക്കുക, വായിക്കുക, നോക്കുക. എന്താണ്? മുജെ യഹാ സെ വഹാ ജാനാ ഹെ. ഒരു സെന്റൻസ് ആണ്. മുജെ യഹാ സെ വഹാ ജാനാ ഹെ. എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം അല്ലെ? മുജെ യഹാ സെ വഹാ ജാനാ ഹെ. നിമ്നലിഖിത് വാക്യ സെ കാരക് പെഹ്ചാനിയേ. ഈ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന കാരക് എന്ത് ചെയ്യുക? തിരിച്ചറിയുക. കാരക് നിങ്ങൾ എന്താ പറയാ? ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കരൺ കാരക്, ഓപ്ഷൻ ബി സമ്പ്രദാൻ കാരക്, ഓപ്ഷൻ സി അപാദാൻ കാരക്, ഓപ്ഷൻ ഡി കർമ്മ കാരക്. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. അപ്പൊ വന്നു ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അപാദാൻ കാരക് എന്ന് പറഞ്ഞു. റജിലയാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. താഹിർ പുറകെ ഉണ്ട്. സി നുസൈബ തൊട്ടു പിന്നിലുണ്ട്. റിജില വീണ്ടും പറഞ്ഞു, കണ്ടില്ല എന്ന് വിചാരിച്ച് സി പറഞ്ഞിട്ടുണ്ട്. ജിഷ സി, സ്നേഹ സി, റസിൻ സി. ഓക്കെ, വെരി ഗുഡ്. ഇതിൽ നിങ്ങൾ ക്ലിയർ ആണെന്ന് മനസ്സിലായിരിക്കുന്നതാണ്. അപ്പോ നമുക്കറിയാം മുജെ യഹാ സെ വഹാ ജാനാ ഹെ എന്നതിൽ നമ്മൾ കാണുന്നത് സേ എന്നതാണ് ഇവിടെ കാരക് ചിഹ്നം അല്ലെ? സേ എന്നതാണ് ഇവിടെ എന്ത്? കാരക് ചിഹ്നം വരുന്നത്. അപ്പൊ സേ എന്ന കാരക് ചിഹ്നം നമുക്കറിയാം രണ്ടെണ്ണം ഉണ്ട്. കരൺ കാരകായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ അപാദാൻ കാരകായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. യഹാസെ ഗിർ ഗയ, വഹാസെ വോ ഗയ എന്ന രീതിയിൽ പറയുന്നതിനെയാണ് അപാദാൻ കാരക് അല്ലെ? അപാദാൻ അല്ലെ? ഒരു വേർതിരിവ് കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? അപാദാൻ ആണ്. അപാദാൻ കാരകാണ്. അത് നിന്ന്. യെസ്. അടുത്ത ആറാമത്തെ ചോദ്യമാണ്. നിംലിഖിത് വാക്യകോ കർമ്മവാച്യ മേ ബദലിയേ. ഇനി ഒരു വാക്ക് സെന്റൻസ് തന്നിരിക്കുകയാണ്. എന്താണ്? പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹെ. പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹൈ. നോക്കുക, സെന്റൻസ് നോക്കുക. പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹൈ. നിങ്ങൾക്ക് ഇപ്പോൾ ആ സെന്റൻസിൽ ഒരു തെറ്റ് തോന്നാം അല്ലെ? പ്രേംചന്ദ് കഹാനി ലിഖ്താ ഹെ എന്നല്ലേ എന്ന് തോന്നാം. കാരണം സിംഗുലർ ആണ് പ്രേംചന്ദ് അല്ലെ? പക്ഷെ ഇവിടെ ബഹുമാനാർത്ഥമാണ് എന്ത്? ലിഖ്തേഹെ. പ്രേംചന്ദ് എന്നത് ലോക പ്രശസ്തനായ എഴുത്തുകാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആദരവ് അല്ലെ അധ്യാപകർ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രചനാകാരന്മാരുടെ പേരുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ്? ലിഖ്തേഹെ. അതെ, ബഹുമാനം. യെസ്, സ്നേഹ പറഞ്ഞു, ബഹുമാനാർത്ഥമാണ് ആ സെന്റൻസ്.
ഇനി ഇവിടെ എന്താണ് ചോദ്യം എന്താണ്? ഈ ഒരു തന്നിരിക്കുന്ന സെന്റൻസിനെ എന്താക്കി മാറ്റണം? കർമ്മവാച്യാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയെങ്കിൽ ഈ സെന്റൻസ് എന്ത് വാച്യത്തിലാണ് വന്നിരിക്കുന്നത്? അത് നിങ്ങൾക്ക് പറയാൻ കഴിയോ? എന്ത് വാച്യത്തിലാണ്? നമ്മള് 3 വാച്യാണുള്ളത് അല്ലെ? 3 വാച്യാണ് നമുക്കുള്ളത്. അപ്പോ നമുക്കിപ്പോ ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ കർമ്മവാച്യത്തിലേക്കാണ് മാറ്റേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹൈം എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ ഏത് വാച്യത്തിലാണ് തന്നിരിക്കുന്നത്? നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. അപ്പൊ ഈ കർത്തൃവാച്യം നമ്മൾ കർമ്മവാച്യത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പ്രേംചന്ദ് സെ കഹാനി ലിഖി ഗയി, प्रेमचंद से कहानी लिखी जाएगी, प्रेमचंद से कहानी लिखी जाती है, പ്രേംചന്ദ് സെ കഹാനി ലിഖാ ജാത്താ ഹെ. അപ്പൊ ഈ 4 ഓപ്ഷൻസ് ഇവിടെയുള്ളത്. അപ്പോ പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹെ എന്ന സെന്റൻസ് കർമ്മവാച്യ ആക്കുമ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? നിംലിഖിത് വാക്യക്കോ കർമ്മവാച്യ മേ ബദലേ എന്നായിരുന്നു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു കർത്തൃവാച്യ കിട്ടുമ്പോൾ അതിനെ കർമ്മവാച്യത്തിലേക്ക് മാറ്റാനായിട്ട് ആ സെന്റൻസ് നോക്കുക അല്ലെ? പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹെ, പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹെ എന്നതിന്റെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ആ സെന്റൻസ് ഏത് കാലിലാണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹെ എന്നത് ഏത് കാലിലാണെന്ന് നോക്കുക, ഏത് ടെൻസിലാണെന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇത് എന്താണ്, വർത്തമാൻ കാലിലാണ്, പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ, അപ്പോ നമ്മൾ കർമ്മവാച്യത്തിലേക്ക് മാറ്റുമ്പോൾ ഒരിക്കലും അതിന്റെ ടെൻസ് മാറുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലെ? അപ്പൊ അതില് നിങ്ങൾ നോക്കുക, ടെൻസ് മാറുന്നില്ല. അപ്പോ പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹെ എന്നത് എന്താണ്, പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ അതിന്റെ കർമ്മവാച്യത്തിൽ വരുന്ന വാക്യവും എന്തിലായിരിക്കും, പ്രസന്റ് ടെൻസിൽ തന്നെയാണ് വരിക. അപ്പോ ഇവിടെ ഇനി നോക്കുക, കഹാനി എന്താണ്, ലിഖ്തേ ഹെ അല്ലെ? അപ്പൊ നമ്മളിനി കർമ്മവാച്യത്തിലേക്ക് മാറ്റുമ്പോൾ കഹാനി ആ ഒബ്ജക്റ്റിന്, ആ കർമ്മിനാണ് പ്രാധാന്യം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താണ്, സേ അല്ലെങ്കിൽ ദ്വാര അല്ലെ എന്നാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ പ്രേംചന്ദ് സേ അല്ലെങ്കിൽ പ്രേംചന്ദ് ദ്വാര. പിന്നീട് ഒബ്ജക്റ്റിന്റെ ലിങ്കിന് അനുസരിച്ചാണ് സെന്റൻസിൽ മാറ്റം വരിക. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് കഹാനി എന്നത് എന്താണ്, സ്ത്രീലിംഗാണ്. ഓക്കെ, അപ്പോ ആ സ്ത്രീലിംഗ് ആയതുകൊണ്ട് തന്നെ അതിന്റെ എൻഡിങ് വരുന്നത്, ആ ക്രിയയുടെ എൻഡിങ് വരുന്നത് എന്തിലായിരിക്കും, സ്ത്രീലിംഗിലായിരിക്കും. അപ്പൊ ആ ഒരു മാറ്റം മാത്രമാണ് വരുന്നത്, അല്ലാതെ ടെൻസിൽ എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. അപ്പോ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രേംചന്ദ് സെ കഹാനി ലിഖി ജാത്തി. ഓപ്ഷൻ ഡി ആവുന്നില്ല, കാരണം അവിടെയും വർത്തമാൻ കാലാണ് അല്ലെ? അത് പ്രസന്റ് ടെൻസ് തന്നെയാണ്. പക്ഷെ അവിടെ എന്താണ് വ്യത്യാസം, കഹാനി എന്നതിനനുസരിച്ച് ക്രിയക്ക് മാറ്റം വരുന്നില്ല. കാരണം കഹാനി സ്ത്രീലിംഗ ആയതുകൊണ്ട് ഒരിക്കലും ലിഖാ ജാത്താ ഹെ എന്ന് വരുന്നില്ല, ലിഖി ജാത്തി ഹെ. നിങ്ങൾ നേരെ തിരിച്ചാലോചിച്ച് നോക്കുക, കഹാനി പ്രേംചന്ദ് സെ ലിഖി ജാത്തി ഹെ എന്നാണ് വരിക. അപ്പോ ശരിയായ ഉത്തരം എന്താണ്, ഓപ്ഷൻ സി ആണ്, പ്രേംചന്ദ് സെ കഹാനി ലിഖി ജാത്തി ഹെ അല്ലെങ്കിൽ കഹാനി പ്രേംചന്ദ് സെ ലിഖി ജാത്തി ഹെ എന്ന രീതിയിൽ. അപ്പോ കർത്തൃവാച്യ കർമ്മവാച്യത്തിലേക്ക് ആക്കുന്ന അവസരത്തില് ടെൻസ് ഒരിക്കലും മാറുന്നില്ല, കാല് മാറുന്നില്ല. മാറുന്നത് എന്താണ്, ഒബ്ജക്റ്റിന് അനുസരിച്ച് ആ ക്രിയയിൽ മാറ്റം വരുന്നു. ഒബ്ജക്റ്റ് പുല്ലിംഗമാണെങ്കിൽ ക്രിയ പുല്ലിംഗായിട്ട് അവസാനിക്കുന്നു, ഒബ്ജക്റ്റ് സ്ത്രീലിംഗാണെങ്കിൽ സ്ത്രീലിംഗായിട്ട് അവസാനിക്കുന്നു. ഇനി അത് ഏകവചനത്തിന്റെ കാര്യത്തിലുമാണ് കേട്ടോ. ഇനി കഹാനിയാം എന്നാണ് വന്നതെങ്കിലോ, പ്രേംചന്ദ് കഹാനിയ ലിഖ്തേ ഹെ എന്നാണ് വന്നതെങ്കിൽ എങ്ങനെ മാറും, പ്രേംചന്ദ് സെ കഹാനിയ ലിഖി ജാത്തി ഹേ. ആ ഹേക്ക് എന്തുണ്ട്, കുത്ത് വരുന്നുണ്ട്. അപ്പോ ബഹുവചനമാണെങ്കിൽ ബഹുവചനമാകുന്നു, ഏകവചനമാണെങ്കിൽ ഏകവചന രൂപത്തിലേക്കാകുന്നു. അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പൊ ഒബ്ജക്റ്റ് എന്താണോ, പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗിൽ ക്രിയ അവസാനിക്കുന്നു, ഏകവചനാണെങ്കിൽ ഏകവചനത്തിൽ അവസാനിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഈ ചോദ്യം വാച്യ എന്തൊക്കെയാണ്, കർത്തൃവാച്യ കർമ്മവാച്യ ഭാവവാച്യാണുള്ളത്. ഇതില് ഒരു സെന്റൻസ് തന്നിട്ട് ഇത് ഏത് വാച്യാണ് എന്ന് തിരിച്ചറിയുക എന്ന ചോദ്യം വരാറുണ്ട്. അതുപോലെ ഇതുപോലെ കൺവേർട്ട് ചെയ്യാനുള്ള ചോദ്യവും വരാറുണ്ട്. ഓക്കെ, 7ാമത്തെ ചോദ്യമാണ്, നിമ്നലിഖിത് വാക്യോ മേ സെ ഭാവവാച്യ കോ ചുൻ ലീജിയെ. ഇതും വാച്യമായി ബന്ധപ്പെട്ടതാണ്. നിമ്നലിഖിത് വാക്യോ മേ സെ
ഭാവവാചിക്കു ചുൻലീജിയെ. തന്നിരിക്കുന്ന സെന്റൻസിൽ ഭാവവാച് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ നോക്കാം. ഇവിടെ ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. എന്ത്? രാം സേ സോയ നഹി ജാത്ത. ഓക്കെ, രാം സേ സോയ നഹി ജാത്ത. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് രാം സേ കഹാനി നിഹി പഠി ജാത്തി. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ആണ് രാം സേ കഹാനി പഠി ജാത്തി ഹെ. നാലാമത്തെ ഓപ്ഷൻ ആണ് രാം നെ കഹാനി പഠി. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻ ഞാൻ തന്നു. ഇതില് ഭാവവാച്ച് വരുന്ന സെന്റൻസ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇനി നിങ്ങൾ കണ്ടുപിടിക്കുക, ഉത്തരം പറയുക. അല്ലെ, രാം സേ സോയ നഹി ജാത്ത, രാം സേ കഹാനി നഹി പഠി ജാത്തി, രാം സേ കഹാനി പഠി ജാത്തി ഹെ, രാം നെ കഹാനി പഠി. ഓക്കെ, ഇതിലേതാണ് ഭാവവാച് സഖ്യ? അല്ല, സഖ്യയല്ല, ഭാവവാച്ച് ഏതാണ്? നമുക്കിനി ഉത്തരത്തിലേക്ക് വരാം. അപ്പോ ശരിയായ ഉത്തരം എന്താണ്? രാം സേ സോയ നഹി ജാത്ത. അത് തന്നെയാണ്, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാവവാച്ച് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടാവുന്നില്ല? കർമ്മ ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ അതിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഭാവവാച്ച് സെന്റൻസിൽ ഭാവവാച്ചും കർമ്മവാച്ച് സെന്റൻസും ഏകദേശം ഒരുപോലെയായിരിക്കും. കാരണം സേ അല്ലെങ്കിൽ കെ ദ്വാര എന്ന് ഇത് കാണാനായിട്ട് കഴിയും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഭാവവാച്ചിൽ എന്തുണ്ടാവില്ല? ഒബ്ജക്റ്റ് ഉണ്ടാവുന്നില്ല. അതുപോലെ അകർമ്മ ക്രിയകളായിരിക്കും കൂടുതലായിട്ടും എന്തിൽ ഉപയോഗിക്കുന്നത്? ഭാവവാച്ച് വരുന്ന സെന്റൻസുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കുക, രാം സേ സോയ നഹി ജാത്ത. അല്ലെ, സോന എന്നതൊരു അകർമ്മക്രിയയാണെന്ന് നമുക്കറിയാം. അതുപോലെ രാം സേ സോയ നഹി ജാത്ത. ഓക്കെ, ഈ നെഹി വരുന്നതും എന്താണ്? പലപ്പോഴും ഭാവവാചി സെന്റൻസുകളാണ്. പക്ഷേ എന്താണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, കർമ്മ വരുന്ന നെഹി വരുന്ന സെന്റൻസുകളും നെഗറ്റീവ് സെന്റൻസുകൾ എന്നാണല്ലോ നെഹി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക. അപ്പോ കർമ്മ ഉൾപ്പെടെ വരുന്ന നെഗറ്റീവ് അതുപോലെ നെഹിയും വരുന്ന സെന്റൻസുകളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നെഹിയും കാണുന്ന പാടെ എന്താണ് ചാടിക്കേറി എന്ത് മാർക്ക് ചെയ്യരുത്? ഇത് ഭാവവാച സംജ്ഞയാണെന്ന് എന്ന് ഉറപ്പിക്കരുത്. അപ്പോ ഇതിൽ നിങ്ങൾ എന്ത് നോക്കുക? ഭാവവാച സംജ്ഞയില് സേ എന്ന രൂപത്തിലാണോ എന്ന് നോക്കുക. കർത്തൃവാചകം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അല്ലെ, അതായത് ഇപ്പൊ ഓപ്ഷൻ ഡി ആക്ച്വലി എന്താണ്? ഒരു കർത്തൃവാച്യാണ്. രാംനെ കഹാനി പഠി. അവിടെ എന്താണ്? കർത്തൃവാച്യാണ്. അവിടെ സേ ദ്വാര അല്ലെങ്കിൽ സേ അല്ലെങ്കിൽ കെ ദ്വാര എന്ന രീതിയിലല്ല. രാമൻ കഥ പഠിച്ചു അല്ലെങ്കിൽ വായിച്ചു എന്നാണ്. അപ്പൊ അത് കർത്തൃവാച്യാണെന്ന് കണ്ടാൽ മനസ്സിലാകും. അപ്പോ ഇവിടെ രാംസെ സോയ നഹി ജാത്ത എന്നുള്ളത്. ഇനി ബി നോക്കുക, രാംസെ കഹാനി നഹി പഠി ജാത്തി. അവിടെ എന്തുണ്ട്? നെഹി ഉണ്ട്. പക്ഷെ അത് എന്തല്ല? ഭാവവാച്യല്ല. കാരണം അവിടെ എന്തുണ്ട്? കഹാനി എന്ന കർമ്മ അവിടെ ഉണ്ട്. അല്ലെ, അപ്പോ രാമനാൽ കഥ എന്താണ്? വായിക്കപ്പെടുന്നില്ല എന്നാണല്ലോ. അപ്പോ കഹാനി എന്നത് അവിടെ എന്തായിട്ട് വരുന്നുണ്ട്? ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോ നെഹി പഠി ജാത്തി എന്ന് കണ്ടതുകൊണ്ട് അത് ഭാവവാച്യാവുന്നില്ല. അപ്പോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മ ഇല്ലാത്ത സെന്റൻസുകളാണ് ഭാവവാച്ചിൽ ഉപയോഗിക്കുന്നത്. മുജ്സെ സോയ നഹി ജാത്ത, മുജ്സെ എന്താണ്? അതുപോലെ പല ഇതുണ്ട്. അല്ലെ, നെഹി ജാത്ത എന്ന് വരുന്നതൊക്കെ, നെഹി എന്ന് വരുന്നതെല്ലാം എന്താണ്? ഭാവവാച്യാണ്. അപ്പോ രാം സെ കഹാനി പഠി ജാത്തി ഹെ, അത് നോക്കുക, അവിടെയും എന്തുണ്ട്? ഒബ്ജക്റ്റ് ഉണ്ട്. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതെന്തല്ല? ഭാവവാച്ച് അല്ല. കാരണം അവിടെ കർമ്മ ഉണ്ട്. അപ്പോ കർമ്മവാച്യാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 8ാമത്തെ ചോദ്യമാണ്, नीचे दी गई संज्ञाओं में क्रिया से बनने वाली भाववाच संज्ञा कौन सी है? അപ്പോ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം പോലെ തന്നെയാണ്. നീച്ചെ ദീഗൈ സംജ്ഞാവുമേ, താഴെ തന്നിരിക്കുന്ന സംജ്ഞകളില് എന്താണ് ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന ഭാവവാച സംജ്ഞ ഏതാണെന്ന് നിങ്ങൾ പറയണം. കാരണം ഞാൻ നേരത്തെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. നോക്കാം. ഓപ്ഷൻ എ ഗർമി, ഓപ്ഷൻ ബി ലഡായി, ഓപ്ഷൻ സി ശൈശവ്, ഓപ്ഷൻ ഡി നദി. ഇതിലേതാണ് ക്രിയയിൽ നിന്നുണ്ടാകുന്ന ഭാവവാച സംജ്ഞ? ഓക്കെ, വേഗം പറഞ്ഞോളുക. എന്താണ് ക്രിയയിൽ നിന്നുണ്ടാകുന്ന ഭാവവാച സംജ്ഞ ഏതാണ്? ഓക്കെ, വേഗം പറയാ. ഓക്കെ, എല്ലാരും ഇല്ലേ ഇവിടെ? നോക്കുക, ചോദ്യം വായിക്കുക, ഉത്തരം എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഓപ്ഷൻ ബി സ്നേഹപ്രകാശ് ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും പറയുമോ നോക്കാം.
ഓക്കെ. അസ്സ ഫാത്തിമ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ലഡായി അല്ലെ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ലഡായി ആണ്. അപ്പോ ലഡ്ന എന്ന ക്രിയയിൽ നിന്നുമാണ് എന്തുണ്ടായിരിക്കുന്നത്? ലഡായി ഉണ്ടായിരിക്കുന്നത് അല്ലെ. ഗർമി എന്നത് ഗരം എന്ന എന്താണ് വിശേഷണിൽ നിന്നും ഉണ്ടാകുന്ന എന്താണ് ഭാവവാചകസഞ്ജയാണ് ഗർമി. അതെ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ലഡ്ന എന്നതിൽ നിന്നും എന്തുണ്ടാകുന്നു? ലഡായി ഉണ്ടാകുന്നു. അതുപോലെ ശിശു എന്ന ജാതിവാചകസക്തിയിൽ നിന്നും ശൈശവ് ഉണ്ടാകുന്നു. നദി എന്നത് പിന്നെ എന്താണ്? ജാതിവാചകസഞ്ജയാണ്. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം ലഡായി ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 9ാമത്തെ ചോദ്യമാണ് नीचे दी गई संज्ञाओं में जातिवाचक संज्ञा का उदाहरण. ओके, अबो नीचे दी गई संज्ञाओं में जातिवाचक संज्ञा का उदाहरण. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ്, കണ്ടുപിടിക്കുക. ഖബരാഹട്ട് ഉണ്ട്, ഗംഗ ഉണ്ട്. ഓക്കെ, ഷാനിബക്ക് മാറിപ്പോയതാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഗംഗ ഉണ്ട്, പഹാഡ് ഉണ്ട്, ഹിമാലയ ഉണ്ട്. അപ്പോൾ ഇതില് ഏതാണ് ജാതിവാചകസഞ്ജക്ക് എന്ത് ഇത് വരുന്നത്? ഉത്തരാണ് ജാതിവാചകസഞ്ജ പഹാഡ്. പർവ്വതം എന്നതൊരു എന്താണ് ജാതിവാചകസഞ്ജയാണ്. അതിനകത്ത് വരുന്നതാണ് ഹിമാലയ അല്ലെ. പലതരത്തിലുള്ള പർവ്വതങ്ങളുണ്ട്, അതിലൊന്നാണ് എന്ത്? ഹിമാലയ. അപ്പൊ ഹിമാലയ എന്തായിരിക്കും? വ്യക്തിവാചകസഞ്ജയായിരിക്കും. ഇനി ഗംഗ എന്നതൊരു നദിയുടെ പേരാണ്, അത് വ്യക്തിവാചകമാണ്. അപ്പൊ നദി എന്നത് എന്തായി മാറുന്നു? ജാതിവാചകമാണ്. ഖബരാഹട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, എന്താണ്? ഭാവവാചകസഞ്ജയാണ്. ഖബരാന എന്ന ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന ഭാവവാചകസഞ്ജയാണ് എന്ത്? ഖബരാഹട്ട് എന്നുള്ളത്. അപ്പോ പഹാഡാണ് എന്ത്? ജാതിവാചകസഞ്ജ. ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു അല്ലെ. ഓക്കെ, 10ാമത്തെ ചോദ്യമാണ് नीचे दी गई क्रियाओं से अकर्मक क्रिया चुनकर लिखिए. അപ്പൊ നമ്മള് ക്രിയയുടെ രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ട്, സകർമ്മകും അകർമ്മകും പഠിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ അകർമ്മക്രിയ ഏതെന്ന് നിങ്ങൾ പറയുക അല്ലെ. അപ്പൊ അകർമ്മക്രിയ എങ്ങനെ കണ്ടുപിടിക്കാം, മനസ്സിലാക്കാം എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നോക്കുക, ഖേൽന, ഖാന, തേർന, പഠന, ഈ 4 ക്രിയയിൽ അകർമ്മക്രിയ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു സകർമ്മക അകർമ്മകിന്റെ കാര്യത്തില് എന്താണ് സെന്റൻസ് കണ്ടു കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അകർമ്മകാണോ സകർമ്മകാണോ എന്നത്. ഇതുപോലെ ക്രിയകൾ മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരാള് ഡി പറഞ്ഞിട്ടുണ്ട് പഠന അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ഇതൊരു സെന്റൻസിലേക്ക് ആക്കി നോക്കുക. അപ്പൊ അവിടെ എന്തുണ്ട്? കർമ്മ അവിടെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സകർമ്മകാണ്. കർമ്മ ഇല്ലാതെയാണെങ്കിൽ എന്താണ്? അത് അകർമ്മകാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപർണ, ലിജിയ, റസീനൊക്കെ സി പറഞ്ഞു, നുസൈബ ബി പറഞ്ഞിരിക്കുന്നു. നോക്ക, ഖേൽന അല്ലെ, എന്ത് കളിച്ചു അല്ലെ. മേനെ ക്രിക്കറ്റ് ഖേല, മേ ക്രിക്കറ്റ് ഖേൽത്താഹും അല്ലെ, അവിടെ ഒബ്ജക്റ്റ് വരുന്നുണ്ട്, സകർമ്മക്രിയയാണ്. ഖാന എന്ത് കഴിച്ചു അല്ലെ. മേനെ മന്തി അല്ലെ, മന്തി കഴിച്ചു എന്നാണെങ്കിൽ എന്താണ് വരും അല്ലെ, മേനെ മന്തി ഖായ അല്ലെ, മന്തി കഴിച്ചു അല്ലെ. അപ്പൊ അവിടെ ഖാന എന്നത് എന്താണ്? അപ്പോ സകർമ്മകാണ്. കാരണം അവിടെ എന്ത് കഴിച്ചു എന്നതിനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ട് നമുക്ക് അല്ലെ. അപ്പോ തേർന എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? എന്ത് നീന്തിയെന്നോ അല്ലെങ്കിൽ എവിടെ നീന്തിയെന്നോ അല്ല, എന്ത് നീന്തി എന്ന രീതിയിൽ വരുന്നില്ല, തേർന അല്ലെ. അപ്പോ മേ തേർഹാഹും, ഞാൻ നീന്തി, അത്രേ വരുന്നുള്ളൂ നമ്മള് അല്ലെ. അവിടെ ഒരു ഒബ്ജക്റ്റ് വരുന്നില്ല അല്ലെ. ഞാൻ എന്താണ് മന്തി നീന്തി എന്നൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പൊ തേർന എന്നത് എന്താണ്? അകർമ്മക്രിയ. പഠന, അവിടെയും എന്താണ്? എന്ത് പഠിച്ചു അല്ലെ. മേനെ കഹാനി പഠി, മേനെ കവിത പഠി, മേനെ അപ്ന പാഠ് പുസ്തക് പഠ എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ കർമ്മ നമ്മൾ സെന്റൻസ് ആക്കി നോക്കുക. ഇതുപോലെ ക്രിയകൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സെന്റൻസിലേക്ക് മാറ്റി നോക്കുക. എന്തെങ്കിലും വശവശക തോന്നുന്ന ഒന്നാണെങ്കിൽ എന്താണത്? അകർമ്മകാണ്. തേർന എന്ന് പറയുമ്പോൾ ജസ്റ്റ് കർമ്മ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല അല്ലെ. മേനെ തേറ അല്ലെങ്കിൽ മേ തേർഹാഹും മേ തേർത്താഹും എന്ന രീതിയിൽ പറയാനായിട്ട് കഴിയുന്നു. അപ്പോ തേർണയാണ് ഇവിടെ ഉത്തരം. എന്ത്? തേർണ എന്നതാണ് എന്ത്? ശരിയായ ഉത്തരം. എന്താണ്? അകർമ്മക്രിയ. ഓക്കെ അല്ലേ?